ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചപ്പാത്തിക്ക് വേണ്ടി കോളിഫ്ലവറും കിഴങ്ങ് മിക്സ് ചെയ്ത് നല്ല സൂപ്പർ കോമ്പിനേഷനിൽ കോളിഫ്ലവർ മസാല ഉണ്ടാക്കാൻ പോവുകയാണ്. നല്ല ടേസ്റ്റിയാണ്, ചപ്പാത്തിൻ്റെ കൂടെ അടിപൊളി ടേസ്റ്റാണ്. ഒരു പ്രാവശ്യം തീർച്ചയായും ഇത് ഉണ്ടാക്കി നോക്കണം. ഇതിനു വേണ്ടി ഏറ്റവും ആദ്യം നമ്മൾ പാനിൽ 2 ടേബിൾ സ്പൂൺ ഓയിൽ എടുക്കാം. ഇതിൽ ആദ്യം നമ്മൾ കിഴങ്ങ് ഒരു 2 മിനിറ്റ് ഫ്രൈ ചെയ്യുക. കിഴങ്ങ് ഞാൻ നീളത്തിൽ കട്ടാക്കി എടുത്തിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് ഫ്രൈ ചെയ്ത് കഴിഞ്ഞ് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ കോളിഫ്ലവർ ഇടാം. കോളിഫ്ലവർ ആസ് യൂഷ്വൽ നമ്മൾ ആദ്യം വെള്ളത്തിൽ ഒരു ഇച്ചിരി ഉപ്പിട്ട് നല്ലപോലെ കഴുകിയെടുത്ത് അത് കഴിഞ്ഞാണ് നമ്മൾ ഇതിൽ ഇടുന്നത്. ഇനി ഇത് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കണം. ഫുൾ ഫ്ലെയിമിൽ തന്നെ നിങ്ങൾക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്കൊരു 50% ഇത് വെന്ത് വരണം. നല്ല ഇച്ചിരി ഗോൾഡൻ കളർ ആവുന്ന വരെ ഇത് ഫ്രൈ ചെയ്തെടുക്കാം. പതിയെ പതിയെ നോക്കൂ, ഇത് ഗോൾഡൻ ആവുന്നുണ്ട്. ഇച്ചിരി നേരം ഫ്രൈ ചെയ്താൽ ഇത് നല്ലപോലെ വെന്തും വരും. ഒരു 50 to 60% ഇത് വെന്ത് കഴിഞ്ഞാൽ നമ്മൾ മാറ്റിയെടുക്കാം. ഇനി ഈ സെയിം ഓയിലിൽ നമ്മൾ ഒരു 1/2 ടീസ്പൂൺ ജീരകം ഇടാം. ജീരകം ഇട്ട് കഴിഞ്ഞ് നമ്മളൊരു മീഡിയം സൈസ് സവോള എടുക്കുകയാണ്. അത് നല്ലപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് ഇത് നമുക്ക് ഫ്രൈ ചെയ്യണം. ഒരു സവോള ഫ്രൈ ചെയ്യാൻ വേണ്ടി ഒരു 3-4 മിനിറ്റ് എടുക്കും. നല്ല ഇച്ചിരി ഗോൾഡൻ കളർ ആവുന്നവരെ ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അത് കഴിഞ്ഞ് ഇച്ചിരി ഇതിൽ കറിവേപ്പില ഇടാം, അതും നല്ലപോലെ ഫ്രൈ ചെയ്യാം. ഒരു 2-3 പച്ചമുളക് ഇടാം, അതും കൂടി ഫ്രൈ ചെയ്യാം. നല്ലപോലെ എല്ലാം ഫ്രൈ ആയി കഴിഞ്ഞ് നമ്മൾ ഇതിൽ ഇടാൻ പോകുന്ന ഇച്ചിരി ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. അപ്പം നമ്മൾ വേണമെങ്കിൽ നിങ്ങൾ ചെറുതായിട്ട് അരിഞ്ഞ് ഇടാൻ പറ്റും. പേസ്റ്റ് ഉണ്ടെങ്കിൽ പേസ്റ്റ് ഇട്ടാൽ മതി. ഇത് നല്ലപോലെ ഫ്രൈ ചെയ്യാം. ഇനി നമ്മൾ ഇതിലിടാൻ പോലും മസാലയാണ്. അപ്പോൾ 1 സ്പൂൺ നമ്മൾ മല്ലിപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, ഞാനൊരു 1/2 സ്പൂൺ ഇതിൽ കശ്മീരി മുളക് പൊടി കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. നല്ലപോലെ മിക്സാക്കി ഒരു 30 സെക്കൻഡ് നമ്മളിത് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്ത് കഴിഞ്ഞ് ഇതിൽ ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുക്കുക, ഈ മസാല കരിയാതെ ഇരിക്കാൻ വേണ്ടി. ഇത് നമ്മൾ ഒരു സിമ്മിൽ വെച്ചിട്ടാണ് നല്ലപോലെ ഫ്രൈ ചെയ്യുന്നത്. ഞാൻ ഇതിൽ ഇപ്പോൾ ഒരു ഇച്ചിരി നമ്മുടെ മഞ്ഞൾ അരിഞ്ഞിടുകയാണ്. ഞാൻ ഫ്രഷ് മഞ്ഞൾ യൂസ് ചെയ്താണ്. നിങ്ങൾ 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇടാം. നല്ലപോലെ ഇത് ഫ്രൈ ചെയ്ത് എടുത്ത് ഇതിൽ ഇനിയിപ്പോൾ നമ്മൾ ഇടാൻ പോകുന്നത് ഇച്ചിരി കൂടി വെള്ളമാണ്. വെള്ളം ഇട്ട് ഇച്ചിരി ഒരു ഗ്രേവി മാതിരി ഉണ്ടാക്കിയിട്ടാണ് പിന്നെ നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യുന്നത്. ഒരു ചെറുതായിട്ട് എല്ലാം കൂടി നമ്മൾ ഒരു 1/4 കപ്പ് വെള്ളം ഇട്ടിട്ടുള്ളൂ. ഒരു ചെറുതായിട്ട് വെള്ളം ഒഴിച്ച് സ്മൂത്ത് ആക്കിയാൽ മതി. ഇനി നമ്മൾ ഒരു മീഡിയം സൈസ് തക്കാളി എടുത്തിട്ട് അത് അരിഞ്ഞിടുകയാണ്. തക്കാളി ഞാനിങ്ങനെ നീളത്തിലാണ് അരിഞ്ഞെടുത്ത്. നമ്മൾ നല്ല ഫൈനായിട്ടോ അല്ലെങ്കിൽ ചെറുതായിട്ട് കണ്ടിക്കണമെന്നില്ല, നല്ല നീളത്തിൽ ഇട്ടാൽ മതി. അതിൻ്റെ കൂടെ ഇച്ചിരി ഉപ്പ് ചേർത്തിട്ടുണ്ട്. നമുക്ക് പാകത്തിന് എത്ര ഉപ്പ് വേണം അത്ര ഉപ്പ് ചേർത്തുക. ഇത് കഴിഞ്ഞ് നമ്മൾ നമ്മുടെ കിഴങ്ങും കോളിഫ്ലവർ ഫ്രൈ ചെയ്ത് വെച്ചില്ലേ, അത് നമ്മൾ ഇതിൽ ആഡ് ചെയ്യാം. കുറച്ച് സോഫ്റ്റായിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം. നമ്മുടെ ഇത് ഇച്ചിരി വെന്തിരിക്കുന്നില്ലേ, അപ്പോൾ ഒത്തിരി ഫാസ്റ്റ് ചെയ്യുന്ന ഇച്ചിരി സോഫ്റ്റായിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. ഈ മസാലയിൽ നല്ലപോലെ നമ്മുടെ ഈ കോളിഫ്ലവറും കിഴങ്ങ് നല്ലപോലെ പുരട്ടി വരണം, കോട്ടായി വരണം. ഇനി ഒരു ഇച്ചിരി വെള്ളം കൂടി ചേർത്തിട്ട് നമ്മളിത് മൂടി വെക്കുക. ഈ വെള്ളം നമ്മൾ ചേർക്കുന്ന ഇത് കരിയാതെ ഇരിക്കാൻ വേണ്ടിയാണ്. ഒരു 5 മിനിറ്റ് കൂടി മൂടി വെക്കുക. ഈ 5 മിനിറ്റിൽ നമ്മുടെ ഈ മസാലേൻ്റെ ഉള്ളിൽ ഇരുന്ന് ഈ കിഴങ്ങും കോളിഫ്ലവറും നല്ലപോലെ വെന്ത് വരും. അപ്പം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്, മസാല ആയിട്ട് നല്ലപോലെ മിക്സും ആയിട്ടുണ്ട്. അപ്പോൾ 1-2 പ്രാവശ്യം ഇത് നല്ലപോലെ മിക്സാക്കി എടുക്കാം. ഇപ്പം അടിപൊളി നമ്മുടെ കിഴങ്ങും കോളിഫ്ലവറിൻ്റെ ഒരു സൂപ്പർ കോമ്പിനേഷൻ കറി റെഡി ആയിട്ടുണ്ട്. ഒരു പ്രാവശ്യം നിങ്ങൾ തീർച്ചയായും ഇത് ട്രൈ ചെയ്ത് നോക്കണം.